ഈ പറയുന്ന തിരുവാതിര ആ തിരുവാതിര നടക്കുന്ന സമയത്ത് അതിനെതിരെ നടപടി എടുക്കണമെങ്കിൽ അതിൽ നടപടി എടുക്കേണ്ടത് MA ബേബിക്കെതിരെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം അത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിക്കെതിരെ ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് എന്തായെന്ന് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ അന്ന് കൃത്യമായൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ, താക്കീതുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇതുപോലെയുള്ള വാഴ്ത്തുപാട്ടുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന വിമർശനം കഴിഞ്ഞ ദിവസം കോഴിക്കോട് സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് പറഞ്ഞു ഞാൻ കേട്ടു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കമന്റിൽ എഴുതി ഞാൻ കണ്ടു. ഇതാ ഇപ്പോൾ ഈ പാട്ടുണ്ടാകുന്നു, അതിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വം തയ്യാറാകാത്തത് എന്ന ചോദ്യം കോൺഗ്രസും BJP-യും മുന്നോട്ട് വെക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രചോദനമായിട്ടുള്ള കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം, അതിന് മറുപടി എന്ന രൂപത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനമാണ്. നമുക്കറിയാം, ഈ പ്രതിപക്ഷ നേതാവ് കുറേ നാളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1971 തലശ്ശേരി കലാപം നടക്കുമ്പോൾ കൂത്തുപറമ്പ് MLA ആണ് സഖാവ് പിണറായി വിജയൻ. ആ കലാപം അടിച്ചമർത്താൻ വേണ്ടി, കലാപം വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു അംബാസഡർ കാർഡിൽ ഒരു കൊടിയും വച്ച് കെട്ടി കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സഖാവ് പിണറായി വിജയൻ ഇറങ്ങിപ്പോകുമ്പോൾ BD സതീശൻ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അതിനുശേഷം അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത നാളുകളിൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ്, ആ മർദ്ദനമേറ്റ ശരീരവും ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികളും അതുപോലെ കീറിയ ഷർട്ടും ചോര തെറിച്ച ഷർട്ടുമായിട്ട് നിയമസഭയിൽ വന്ന് നിങ്ങൾക്ക് എന്നെ അടിച്ചൊതുക്കാം, പക്ഷെ എന്റെ വാക്കുകളെ തകർക്കാൻ കഴിയില്ലെന്ന് സഖാവ് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ സഖാവ് ഈ VD സതീശനെ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക, വോട്ടവകാശം പോലും ഇല്ല. അതുകൊണ്ട് സഖാവ് പിണറായി വിജയന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ഉപയോഗിക്കാൻ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. മലയാള ഭാഷയിൽ ഉപയോഗിക്കാൻ അറയ്ക്കുന്ന വാക്കുകളാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCCയുടെ പ്രസിഡന്റും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. DCCയുടെ എറണാകുളം പ്രസിഡന്റ് ഉണ്ട്. നമ്മളൊന്നും ഇതുപോലെ ചർച്ചയിൽ ഉപയോഗിക്കാൻ വിഷമിക്കുന്ന അല്ലെങ്കിൽ അറയ്ക്കുന്ന വാക്കുകൾ വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിച്ചു. അങ്ങനെ എത്ര ആക്രമിച്ച് മുന്നോട്ട് പോയാലും ജനങ്ങൾക്കിടയിൽ സഖാവ് പിണറായി വിജയന്റെ പേരും യശസ്സും വർദ്ധിച്ചു വരികയാണ്. അതിനെന്നാ കാരണം? ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 1/6 പേർക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ UDF പോകുമ്പോൾ 30 ലക്ഷത്തിൽ താഴെയായിരുന്നു, അത് 67 ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ജനങ്ങൾക്ക് ആരാധനയുണ്ടാകും, ബഹുമാനമുണ്ടാകും. അതുപോലെ 4 ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് വെക്കുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥർക്ക്, വീട് കിട്ടുന്നവർക്ക് ഒരു ബഹുമാനമുണ്ടാകും, അതുപോലെ ഒരു സ്നേഹമുണ്ടാകും. അതുപോലെ തന്നെ പട്ടയത്തിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി നാഥന്മാരെ മാറ്റുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബഹുമാനമുണ്ടാകും. എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അതിലേക്ക് തന്നെ ഞാൻ വരട്ടെ. ഗവൺമെന്റിനോടുള്ള ആരാധന, ഗവൺമെന്റിനെ നയിക്കുന്ന ആളോട് ഒരു ആരാധന ഉണ്ടാവും. ഇപ്പൊ മാധു പറഞ്ഞല്ലോ, ആ പ്രളയകാലത്ത്, കോവിഡ് കാലത്ത് ആ കേരളത്തെ പിടിച്ചുയർത്തുന്ന മുഖ്യമന്ത്രിയോട് ആരാധന തോന്നി എന്ന് തന്നെയാണല്ലോ മാധു പറഞ്ഞത്. ആ സമാനമായിട്ടുള്ള സാഹചര്യം ഇപ്പൊ കേരളം നേരിടുകയാണ്. സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പറയട്ടെ അതാ തന്നെയാണ് ജനങ്ങൾ ഇപ്പൊ കേരളം നേരിടുന്നത്. സാമ്പത്തികമായി തകർക്കുന്നു, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു, നിയമസഭ പാസാക്കുന്ന ബില്ല് പോലും നിയമമാക്കാൻ കഴിയുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ചുകൊണ്ട് കേരളത്തെ തകർക്കുന്നു. ഈ കേരളം ഒരടി മുന്നോട്ട് പോകേണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, UDF ആഗ്രഹിക്കുന്നു, മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തെ എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന നേതാവാണ്, പ്രത്യയശാസ്ത്രത്തിൽ വ്യതിചലനമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആര് പറഞ്ഞത് കേൾക്കാനും ആ പറയുന്ന ഡിക്ഷണറി ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നേ, എല്ലാവർക്കും മനസ്സിലാകുമെന്നേ. പക്ഷെ ദൈവത്തിന്റെ വരദാനം, കാൽപാദം സ്പർശിച്ചാൽ എന്തോ ഒരു പുണ്യമുണ്ടാകുന്നു, ഈ പറയുന്ന സൂര്യനാണ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ മുതലാണ് ഈ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയത് എന്ന സംശയമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വാക്കുകൾ അടർത്തിയെടുക്കരുത്. എന്താണ് ശ്രീ VN വാസവൻ പറഞ്ഞത്? കോവിഡ് കാലത്ത് മാർ ക്രിസ്റ്റോ തിരുമേനി പറഞ്ഞു, കോവിഡ് കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധി മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കേരളത്തെ പ്രതിസന്ധികളിൽ നിന്ന് പിടിച്ചു നിർത്തിയ
ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദൈവം തന്ന വരദാനമാണെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടെന്ന് കോട്ട് ചെയ്ത് പ്രസംഗിക്കുമ്പോൾ അത് VN വാസവന്റെ തലയിലേക്ക് വെക്കേണ്ട. പ്രസംഗത്തിന്റെ ഭാഗമായി പലരും സംസാരിച്ച് കോട്ട് ചെയ്യും. അതെല്ലാം വലിയ തരത്തിൽ 1 മണിക്കൂർ ചർച്ച 2 മണിക്കൂർ ചർച്ചയാക്കി മാറ്റി ഈ ഗവൺമെന്റിനെയും ഗവൺമെന്റിനെ നയിക്കുന്നവരെയും ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിക്കുന്ന എങ്കിലും ഈ ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് നേരത്തെ ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചു. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയം പറയുന്ന നാക്കുകൾ, രാഷ്ട്രീയം പറയുന്ന വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചാണല്ലോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നിങ്ങൾ ഇതിനെയൊക്കെ അതേ സെൻസിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നേ. അതാണ് നേരത്തെ അവരും പറഞ്ഞത്. ഈ പാദസ്പർശമോ, നിങ്ങൾ ഇവിടെ തിരുവാതിര പാട്ട് എഴുതിയതോ? ഞാനിപ്പോ അതിലേക്ക് വരാം. അപ്പൊ ശ്രീ രാജു പറഞ്ഞതിന് എനിക്ക് മറുപടി ഉണ്ട്. ഈ താരാരാധനയും കുടുംബാരാധനയും എല്ലാം നടത്തുന്നതും തുടങ്ങിയതും ഇപ്പോഴും തുടർന്നു പോകുന്നതും കോൺഗ്രസ് ആണ്. ഇപ്പൊ നെഹ്റു കഴിഞ്ഞ് ഇന്ദിര കഴിഞ്ഞ് രാജീവ് കഴിഞ്ഞ് സോണിയ കഴിഞ്ഞ് രാഹുൽ കഴിഞ്ഞ് പ്രിയങ്ക. അത്തരത്തിൽ കുടുംബാരാധനയും വ്യക്തി ആരാധനയും ഒക്കെ നടത്തുന്നത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന നെഹ്റുവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെയോ കോൺഗ്രസ് തള്ളി പറയുന്നില്ല, പക്ഷെ CPM തള്ളി പറയുന്നുണ്ട്. അല്ലെ, ഞാൻ പറഞ്ഞത് CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പേജിലോ CPM-ന്റെ ഫേസ്ബുക്ക് പേജിലോ അക്കൗണ്ടിലോ പത്രസമ്മേളനത്തിലോ ഒന്നും CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമായി വന്ന കാര്യമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും വ്യക്തികൾക്ക് സ്നേഹമുണ്ടാകുകയോ ബഹുമാനമുണ്ടാകുകയോ ആദരവുണ്ടാകുകയോ അത് കഥയായോ കവിതയായോ സാഹിത്യരചനയായോ വന്നാൽ അതെല്ലാം വച്ചങ്ങ് ചർച്ച ചെയ്തതല്ല ഒഫീഷ്യൽ നിലപാടെന്ന് ചിത്രീകരിക്കല്ലേ, അതിലേക്ക് പോകല്ലേ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വിദേശത്ത് പോയപ്പോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇത് ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞേട്ടെ. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സാർത്ഥം വിദേശത്ത് പോയി. അപ്പൊ തുറന്ന കത്തെഴുതി പ്രതിഷേധിച്ചവരാ KPCC പ്രസിഡന്റ്. ഇപ്പൊ KPCC പ്രസിഡന്റ് ഇന്ന് അമേരിക്കയിൽ പോയി ഒരു പ്രത്യേക കാറിൽ ഇറങ്ങിയിട്ടുണ്ട്, ലിമോസിൻ കാറിൽ ഇറങ്ങി. ഇത് തമിഴ് പാട്ടുകളുടെ സിനിമാ ഗാനങ്ങളുടെ അകമ്പടിയോടെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ CPM-ന്റെ നേതാക്കന്മാർക്ക് ഒന്നും പാടില്ല, ഒന്നും ആവശ്യമില്ല. എന്നാൽ UDF-ന്റെ നേതാക്കന്മാർക്കാകാം, കോൺഗ്രസിന്റെ നേതാക്കന്മാരാകാം. അന്ന് എത്ര ദിവസം ചർച്ച ചെയ്തു? ഇതൊന്നും ചർച്ചയാകരുത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട എങ്ങനെയാണ് തുടങ്ങിയത്? CPM ഈ പറയുന്ന പ്രവണതകളെ പലവരും തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്. നിങ്ങൾ തള്ളി പറയുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റോ സംസ്ഥാന സമിതിയോ ഒക്കെ ചേർന്നിട്ട് അങ്ങനെ വ്യക്തിയാരാധന CPM-ൽ പ്രശ്നമല്ല എന്ന് പറയുകയാണ് എങ്കിൽ അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള നയവ്യതിയാനം എന്ന രീതിയിൽ CPM അംഗീകരിക്കുകയാണെങ്കിൽ ചർച്ചയില്ലെന്നേ, വിമർശനമില്ലെന്നേ. ഒരു പാർട്ടിക്ക് അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെയാണ് എന്നാണ്. സമയത്ത് പാർട്ടി പരിശോധിക്കും. അല്ല, ഒരു വിമർശനവും പാടില്ല അല്ലേ? പാർട്ടിക്കെതിരായി വരുന്ന വിമർശനങ്ങൾ അതാതു കാലത്ത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കി നാട്ടുകാരെ ബോധിപ്പിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ സനൽകുമാർ. അത് വായിച്ചവരാണ് ഞങ്ങളൊക്കെ. ഇല്ല, അതൊന്ന് കാണിച്ചേ. P. ജയരാജനുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ കാര്യം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. അതുപോലെ MLA ഞാൻ പറയട്ടെ. ഏതോ ഫോട്ടോ വെച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് MLA ശാസിച്ചു എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇടതുപക്ഷത്തെ തകർക്കണം. ഞങ്ങൾക്കറിയാമെന്നേ, ഞങ്ങൾ ജയിച്ചതും ഞങ്ങൾ വളർന്നതും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒരു തരത്തിലും UDF-ന്റെ പിന്തുണ കൊണ്ടോ മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല. കൃത്യം 18 ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് കെ സനൽകുമാർ, ഇങ്ങനെയല്ല പാർട്ടിയുടെ പുതിയ നയം എന്ന് പറഞ്ഞാൽ തർക്കമില്ലെന്നേ. പാർട്ടിയുടെ ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം ഈ കേരളത്തിൽ 1939 രൂപീകരിച്ച് 18-ാം വർഷം അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഞങ്ങള്. 9 തവണ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഒരു മാധ്യമങ്ങളും വരച്ച പച്ചപ്പരവതാനി വിരിച്ച പാതയിലൂടെയല്ല.
അതുപോലെ UDF വലതുപക്ഷമോ ഒരു തരത്തിലും ഒരു പിന്തുണയോ ആശ്ലേഷണമോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ കരുത്തുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കാനാണ് എന്നൊരു ചിന്തയുണ്ടായെങ്കിൽ ആ മാധ്യമങ്ങളുടെ പട്ടികയിൽ അതാത് മാനേജ്മെന്റ് കീഴിലുള്ള മാധ്യമങ്ങളെ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരവതാനി വിരിച്ചു കൊടുക്കാനാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ബോധ്യമുള്ള മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി. എല്ലാവരും ആ പണി ചെയ്യുന്നില്ല, അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. അത് നല്ല ബോധ്യമുള്ള മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി. സതീശന്റെ പത്രസമ്മേളനം ഇന്നലെ മാതൃഭൂമി ഞാൻ പറയട്ടെ, ഇന്നലെ മാതൃഭൂമി VD സതീശന്റെ പത്രസമ്മേളനം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ലൈവ് കൊടുത്തു. അതായത് അദ്ദേഹം വന്ന് ഇരുന്ന് ആലോചിച്ചിരിക്കുന്നതടക്കം 5 മിനിറ്റ് മുമ്പേ ലൈവ് കൊടുത്തു, ഫുൾ ലൈവ്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം 3 മിനിറ്റ് കൊടുത്തു. 3 മിനിറ്റ് മാതൃഭൂമി. കുറെ നാളായി മാതൃഭൂമി ചെറുത് കാണിക്കും. നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ഒരു പരവതാനിയിലൂടെയല്ല ഞങ്ങൾ വളർന്നത്. അറിയാവുന്നതാണ്. അല്ല, മുഖ്യമന്ത്രി എങ്ങനെയാണോ അല്ലെങ്കിൽ മന്ത്രിമാർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷ നേതാവും. അല്ലല്ല, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് പദവിയാണല്ലോ അല്ലെ. പക്ഷെ പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെയല്ല, അത് പാർട്ടിയുടെ നേതാവാണ്. മുഖ്യമന്ത്രിയുടെ കാറിന്റെ കണക്ക് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കാറിന്റെ കണക്ക് പറയാറില്ലേ? അവിടെ ഒരു താരതമ്യം ഉള്ളത് കൊണ്ടാണ്. പാർട്ടി സെക്രട്ടറി ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ്. പാർട്ടി സെക്രട്ടറിയുടെ തുടങ്ങുന്നത് 5 മിനിറ്റ് മുമ്പ് കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു മാധ്യമമാണ്. മുഖ്യമന്ത്രിയുടെയും കൊടുത്തിട്ടുണ്ടെന്നേ, അവിടെ ഒരു താരതമ്യമുണ്ട്. മുഖ്യമന്ത്രി 6 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഒഴിഞ്ഞ കസേര കൊടുത്തിട്ടുണ്ട്. ഒഴിഞ്ഞ കസേര കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാൻ പറ്റുന്നത് കേരളത്തിന്റെ പ്രശ്നങ്ങളാണ്, കേരളത്തെ കുറിച്ചാണ്, കേരളത്തിന് വേണ്ടിയാണ് എന്ന നല്ല ബോധ്യമുള്ള കാലത്ത് ഒഴിഞ്ഞ കസേര കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് 5 മിനിറ്റോളം. വിശദമായ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് പറയരുത്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം താരതമ്യം ചെയ്യുന്നത് യുക്തി. പാർട്ടി സെക്രട്ടറിയുടെ താരതമ്യം ചെയ്യല്ലേ, നടക്കില്ല കേട്ടോ. അത് ചെയ്യില്ല, അതാരും ചെയ്യില്ല, ബോധമുള്ള ആരും ചെയ്യില്ല. ഞാൻ കണ്ടിട്ടില്ല ആ ചിത്രം, എനിക്ക് നയിച്ചു തരണേ, ഞാൻ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആയാലും KPCC പ്രസിഡന്റിന്റെ ആയാലും നിങ്ങൾ ലൈവ് കൊടുക്കും, ഫുൾ ലൈവ് കൊടുക്കും. നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. പോളിസിയുടെ ഭാഗമാണ് അത്. അങ്ങനെ കൊടുക്കാൻ പാർട്ടിണ്ടല്ലോ കേട്ടോ, അങ്ങനെ കൊടുക്കില്ല. ശരി ശരി. കിണഞ്ഞു പരിശ്രമിച്ചല്ലോ, നടന്നില്ലല്ലോ.